നമ്മളിപ്പോൾ പൂപ്പാറയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് കൂക്കലിലേക്കാണ് പോകുന്നത്. ഇത് റൗണ്ട് ചെയ്ത് മന്നവന്നൂർക്ക് നമുക്ക് മേളിലേക്ക് കയറി പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഈ വഴി പോയി കഴിഞ്ഞാൽ ഈ വഴി തന്നെയാണ് കൂക്കലിലേക്ക് പോകുന്നത്. വഴി അത്ര നല്ലതല്ല, എന്നാലും കുഴപ്പമില്ല, പോകുന്ന ഒരു വഴിയേ ഉള്ളൂ. താഴേക്കൊരു വാലിയൊക്കെ കാണാം കേട്ടോ, നല്ല കിടലൻ വ്യൂ ഒക്കെ ആയിട്ട്. ഇവിടെ നോക്കാൻ നേരത്ത് അവിടെ കുറേ ഈ ടെൻറ്റ് സ്റ്റേകൾ കാണാം കേട്ടോ. ഇവിടെ കോട്ടേജുകളും ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അങ്ങ് ദൂരെ ആ വെള്ള മുട്ടുകൾ പോലെ കാണുന്നത് ടെൻറ്റ് സ്റ്റേകളാണ്. വളരെ ഡീപ്പായിട്ടുള്ള ഇറക്കവും അതുപോലെ തന്നെ നല്ല കർവുകളാട്ടെ കാണുന്നത്, അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകുന്നത്. ബൈക്കേഴ്സിനൊക്കെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്ന ഒരു റൂട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല സൂക്ഷിച്ച് വരണം, ഓവർ സ്പീഡോ കാര്യങ്ങൾ കാണിച്ചൊന്നുമല്ല. ഇതിൽ കാണുന്ന റിസോർട്ട് ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ, ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ മേളിൽ നിന്ന് കണ്ടല്ലോ, മൊട്ട പോലെ കുറേ ടെൻറ്റ് പോലത്തെ ഒരു സെറ്റപ്പ്. അങ്ങോട്ടേക്കുള്ള വഴി മോശമാണ്, നല്ല കിടന്ന ടെൻ്റല്ല കേട്ടോ. അത് നല്ല അത്യാവശ്യം വലിയൊരു രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണത്. നമ്മൾ പൂമ്പാറയിൽ നിന്ന് അവിടെ നിന്നാണ് കയറി വന്നിട്ട് നേരെ ഞങ്ങൾ റൈറ്റിലേക്ക് പോയി. റൈറ്റിലേക്കല്ല പോകേണ്ടത്, നേരെ വരുന്നത് ഈ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. സൈൻ ബോർഡും കാര്യത്തിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് തമിഴിലായതുകൊണ്ട് നമുക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ഒരു അണ്ണനെ കണ്ടു കഴിയുമ്പോൾ ചോദിച്ചു, ഈ വഴിയാണ് പോകേണ്ടത് കൂക്കലിലേക്ക്. അങ്ങനെ നമ്മൾ കൂക്കലിലേക്കുള്ള യാത്ര അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വരാൻ നേരത്തെ ഇവിടത്തേക്ക് വഴിയുടെ കാര്യം ഭയങ്കര പ്രശ്നമാണ്. വേറൊന്നുമല്ല, ഇവർ സൈൻ ബോർഡോ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് തമിഴിൽ വയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ള സംസ്ഥാനത്തുള്ള ആൾക്കാരോ ഒക്കെ വരാൻ നേരത്ത്. ഇപ്പോൾ അവിടെ തന്നെ ഡൗട്ട് അടിച്ച് അങ്ങോട്ടേക്കല്ല, നേരെ തന്നെ ഈ വഴി തന്നെ പോകേണ്ടത്.
ഇത്തിരി ഡൗട്ട് അടിച്ചിട്ട് ഈ വഴിക്ക് വന്നത്. പൂക്കലിലേക്ക് അങ്ങനെ നമ്മൾ വന്നു. ആ ഗ്രാമം കണ്ടു തുടങ്ങി. ഒരു മനോഹരമായ വെള്ളച്ചാട്ടമൊക്കെയാണ് വെൽക്കമിങ് ചെയ്യുന്നത്. പൂക്കൽ എന്ന ഗ്രാമത്തിലേക്ക് എത്തി. അവിടെ ഒരു മനോഹരമായ ലേക്ക് ഉണ്ട്. ആ ലേക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി ഭയങ്കര മോശമായിട്ട് വഴിയാണ്. ഈ പൈൻ മരങ്ങളുടെ ഈ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് മൊത്തം റോഡിലേക്ക് ആയി കിടന്ന് വണ്ടി സ്ലിപ്പ് ആവാനൊക്കെ ആയിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതൊരു ശരിക്കും ഒരു തമിഴ് നാട്ടുമ്പുറം ഒരു ക്രിട്ടിക്കൽ വാവ് എന്തല്ലേ ആ ഷേപ്പ് തമിഴൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. ആ ലേക്ക് നമ്മളങ്ങനെ കണ്ടു. അമ്പലുകളാണെന്ന് പറഞ്ഞുകൂടാ. നമ്മളിപ്പോൾ അങ്ങനെ കുറേ യാത്രകൾ ചെയ്ത് കുറേ കട്ടറിൽ കൂടിയുള്ള നല്ല നാശിച്ച വഴിക്കൽ കൂടിയൊക്കെ നമ്മൾ പോകുന്നത് കൂക്കൽ വന്നിരിക്കുകയാണ്. ഇതാണ് കൂക്കൽ ലേക്ക്. നിറച്ച് ആമ്പലാണ് ഇത് കാണുന്നത്. വളരെ കുറച്ച് സഞ്ചാരികൾ മാത്രം, ഇതിനെക്കുറിച്ച് അറിയുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതാണ് നമ്മൾ പൂക്കലിൽ നിന്ന് നേരെ മന്നവന്നൂർക്കുള്ള പോകുന്ന റൂട്ടാണ്. ആ ഒരു ലേക്കും കാര്യങ്ങളും കണ്ടു. അത്ര വലിയ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ആ ചെമ്മരിയാടുകളും കാര്യങ്ങളും കാണാനാണ് അവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നമ്മൾ ശരിക്കും പിറകോശത്തോടെയാണ് എനിക്ക് കയറിയെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ എൻട്രൻസിനോട് അടുത്തിട്ടാണ് ചെമ്മരിയാടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്. പോയി നോക്കാം. ഏതായാലും വഴി ഏതായതുകൊണ്ട് ഒറ്റയ്ക്ക് വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിൽ പോകുന്നത്. ചില സന്ദർഭങ്ങളിൽ പേടി വരാം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് തന്നെ ചെറിയൊരു വഴിക്ക് പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല തിക്ക് ഫോറസ്റ്റാണ്. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ലേക്കിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതങ്ങനെ കറങ്ങി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അതിൽ ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ആ കാണുന്ന ഒരു കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കയറി വന്നിട്ട് നേരെ ഈ വഴിയാണ് മന്നവന്നൂർക്ക്. മന്നവന്നൂർക്ക് പോകുന്ന വഴിക്ക് തന്നെ അതിങ്ങനൊരു ബോർഡ് കാണാം, ഷീപ്പ് ഗോഡ് ഫാം എന്ന് പറഞ്ഞുകൊണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് കേട്ടോ. അത് മഴ വലിയ പ്രശ്നമായിട്ടുള്ള മഴയല്ല, നൂല് മഴ പോലെയാണ് വരുന്നുണ്ടിരിക്കുന്നത് ഇവിടെ. അത് ഈ താഴ്ത്ത് ആ വാലിയിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഇതുപോലെ ചെറിയ രീതിയിൽ. പക്ഷെ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇല്ല, മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ഇവിടുത്തെ വഴികളെല്ലാം ഒരു പക്ക എന്താ പറയുക, അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ടു എന്നത് മനസ്സിലാക്കുക. അത് ആ തണുപ്പും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. താഴത്തേക്ക് നമുക്ക് നല്ല തണുപ്പായി. നല്ല റൂട്ടാണ്. ഏതായാലും ബൈക്ക് റൈഡിങ് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു റൂട്ട് തന്നെയാണ്. നമ്മളങ്ങനെ മന്നവന്നൂർ എത്തിയിട്ടാണ്. മന്നവന്നൂരിൻ്റെ ലാസ്റ്റാണ്. നമ്മൾ പിറകിൽ നിന്നാണ് വന്നേക്കുന്നത്. എൻട്രൻസ് ഭാഗത്തോടു കൂടിയിട്ടൊക്കെ ആയിരിക്കാം. ആ കാണുന്നത് അങ്ങ് ദൂരെ കാണുന്നില്ലേ ആടുകൾ മേഞ്ഞും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ വഴി ഉണ്ടായിരിക്കാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു മഴക്കാർ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഭക്ഷണത്തിൻ്റെ ഇച്ചിരി പ്രശ്നങ്ങളാണ്. ഹോട്ടലുകൾ കാര്യങ്ങൾ അങ്ങനെ അധികം ഒന്നുമില്ല. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറയണം. എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുവിടാം, പോയി നോക്കണം. നമ്മളങ്ങനെ മന്നവന്നൂർ ആ ഷീപ്പ് ഫാം നേരത്തെ പറഞ്ഞിരുന്ന ചെമ്മരിയാടുകൾ അതിന് കാണാനായിട്ട് വന്നിരിക്കുന്നത്. 20 രൂപ ഫീസ് ഒരാൾക്കുന്ന രീതിയിലുണ്ട്. നമ്മുടെ വണ്ടി ഓടിച്ച് തന്നെ അതിൻ്റെ അകത്തേക്ക് കൂടി പോവാം. ചെറുതായിട്ട് നല്ല രീതിയിൽ മഴയൊന്നും പെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ടിക്കറ്റ് എടുത്ത് നമ്മുടെ വണ്ടിക്ക് തന്നെ പോവാം. ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമ്മുടെ പ്ലാനിൽ. നമ്മൾ ക്ലാവരയ്ക്ക് അങ്ങോട്ട് പോകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മഴ തുടങ്ങി. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മഴയായിരിക്കും. കേരളത്തിൻ്റെ ഒരു ബോർഡർ എന്നാണ് പറയാം. വട്ടവടയായിട്ട് 20 കിലോമീറ്റർ ഉള്ളൂ ഗ്യാപ്പ് റോഡ് വഴി വരാൻ നേരത്ത്. അപ്പോൾ അത്ര അടുത്ത് കിടക്കാൻ നേരത്ത് മഴ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. മഴ ആയതുകൊണ്ട് നമ്മൾ ഷീറ്റ് ഫോം കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
ടിക്കറ്റ് എടുത്തു. ഇങ്ങോട്ടേക്ക് കയറി വന്നാലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഈ ആടുകളെ നമുക്ക് അടുത്ത് കാണാൻ കഴിയുള്ളൂ. നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ അങ്ങ് ദൂരെ അതേ കണ്ടില്ലേ വെള്ളപ്പൊട്ടുകൾ പോലെ, അതേപോലെ തന്നെ കാണാനാണ് പറ്റുള്ളൂ. അതുങ്ങൾ മേഞ്ഞ് നടക്കുകയാണ്, ഈ പുല്ല് മേഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ സംഭവം നല്ല രസമുണ്ട് കാണാനൊക്കെ. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഫോഗ് കയറി തുടങ്ങി അങ്ങേയറ്റത്തൊക്കെ. നമ്മളിതും കണ്ട് ഇവിടുത്തെ ലേക്കും കണ്ടിട്ട് നേരെ റിട്ടേൺ കൊടൈക്കനാലിൽ പോവാണ്. മഴ നന്നായിട്ട് വരുന്നുണ്ട്. കേരള ബോർഡറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മഴ കൂടും. കുറച്ച് നടന്നു നിന്നിട്ട് ലേക്കിൻ്റെ ഒരു വ്യൂ ഉണ്ട് ഇവിടുന്ന്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതായത് 20 രൂപയ്ക്കൊന്നും നഷ്ടമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ മുയലിനെ കാണാം. മുയലിനെ വളർത്തുന്ന ഒരു ഷെഡ്, ആടിനിടുന്നൊരു ഷെഡ്, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാണാമെന്ന് പറയുമ്പോൾ ചെമ്മരിയാടുകൾ കാണാം, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നല്ല തണുപ്പായിട്ടോ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം, അടിപൊളിയാണ്. കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ക്ലൈമറ്റ് കൊണ്ട് ഇപ്പോൾ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. അങ്ങ് ദൂരെ ആടുകൾ മേയുന്ന കാണാം, പലയിടങ്ങളിലായിട്ട് അങ്ങനെ ആടുകൾ മേയുന്ന കാണാം. അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് സമ്മതിക്കുന്നില്ല. നമ്മളിവിടെ നേരെ തിരിച്ച് കൊടൈക്കനാലിൽ പോവുകയാണ്. അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ കാണാം.